കുട്ടികളുടെ പോലെയൊക്കെ സെൻസിറ്റീവാണ് പല കാര്യങ്ങളൊക്കെ. എന്നിട്ട് എൻ്റെ അടുത്ത് തന്നെ എത്രയോ പ്രാവശ്യം പിണങ്ങിയിട്ടുണ്ട്. മലയാളികൾ ഇന്നലെ ഏറെ ആശ്വസിച്ച ആഹ്ലാദം കൊണ്ട ഒരു വാർത്തയായിരുന്നു നടൻ മമ്മൂട്ടി വീണ്ടും ചലച്ചിത്ര ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ ആ സന്തോഷം പങ്കിടുകയും ചെയ്തിരുന്നു. ഉടനെ മടങ്ങി വരുന്നതിനേക്കാൾ ഉപരി ഈ ഒരു വലിയ രോഗത്തു നിന്ന് മുക്തനായി എന്നുള്ളൊരു വാർത്തയാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നൊരിത്. കാരണം കഴിഞ്ഞ 6-7 മാസമൊക്കെ ആയിട്ട് മൂപ്പരിങ്ങനെ രോഗബാധിതനായിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും ദുഃഖിപ്പിച്ച കാര്യം. സിനിമ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം, അതിനേക്കാൾ ഏറെ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന, എപ്പോഴും തിരക്കിൻ്റെ ഉള്ളിൽ നിന്ന, നിരവധി പ്രോഗ്രാമുകളുടെ ഇടയിൽ നിന്ന ഒരാൾ വീട്ടുകാരുടെ മാത്രം ചുറ്റുപാടിലേക്ക് അങ്ങ് മടങ്ങി ഇരിക്കുക എന്ന് പറയുന്നത് മൂപ്പരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആലോചിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. നമ്മൾ 6-7 മാസമൊക്കെ ഇങ്ങനെ വീട്ടുകാരുടെ കൂടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇതായിട്ട് പോകും. അപ്പോൾ ആ സന്ദർഭങ്ങളിലൊക്കെ മൂപ്പര് ഇതുപോലെ ചില വിൻഡോസ്, നമ്മളെ പോലെയുള്ള കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെയാണ് മൂപ്പര് ഒരു ആശ്വാസം കണ്ടെത്തുന്നുണ്ടാവുക. ഈ അദ്ദേഹത്തെ പോലെ ഇത്രമാത്രം ആരോഗ്യം സംരക്ഷിക്കുന്ന, ശരീരം സംരക്ഷിക്കുന്ന ഒരാളെന്നൊക്കെയാണ് നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു രോഗം വന്നു എന്നുള്ളത് ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആദ്യം. അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നടന്നിട്ടും രോഗങ്ങൾ വരും മനുഷ്യന്. എത്ര ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനുഷ്യൻ്റെ ഒരു അവസ്ഥയല്ലേ, അപ്പോൾ അത് വരും. പക്ഷെ അതിൽ വന്നാൽ മൂപ്പരത് ഏതെങ്കിലും ഒരു സമയത്ത് മൂപ്പരൊരു കോൺഫിഡൻസ് കുറയുകയോ അല്ലെങ്കിൽ ഈ വർത്തമാനത്തിലൊക്കെ, ഈ ഫോണിൽ കൂടിയാണ്, ഈ വർത്തമാനത്തിലൊക്കെ എന്തെങ്കിലും ഒരു ആത്മധൈര്യം സ്ലിപ്പാവുകയോ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അങ്ങനെയൊന്നും ഈ വിൽ പവറൊക്കെ ഉണ്ട് എന്ന് പറയുമെങ്കിലും അത്ര വലിയ അതിശക്തനായിട്ടുള്ളൊരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചില വളരെ കുട്ടികളുടെ പോലെയൊക്കെ സെൻസിറ്റീവാണ് പല കാര്യങ്ങളൊക്കെ. എന്നിട്ട് എൻ്റെ അടുത്ത് തന്നെ എത്രയോ പ്രാവശ്യം പിണങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ പിന്നെ ഒരു ദിവസം ഇതുപോലെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനും മൂപ്പരും കൂടിയിട്ട് വഴക്കൂടി. അപ്പോൾ കുറേ മുമ്പാണ് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചിട്ട് പിന്നെ ഞങ്ങളുടെ ഇവിടെ നീ ഇവിടെ പോയി അങ്ങനെ വർത്താനം പറയുന്നത്. അപ്പോൾ പിന്നെ മൂപ്പര് പറഞ്ഞു, ഞാൻ നിന്നെയായിട്ട് പിണക്കത്തില്ല, ഞാൻ അത് മറന്നുകൊണ്ട് സംസാരിച്ചാണെന്നൊക്കെ പറഞ്ഞു. എന്തായിരുന്നാലും അദ്ദേഹം കേരളത്തിലേക്ക് വരാൻ കാത്തിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും അത് കേരളത്തിൽ വിട്ട് മൂപ്പർക്ക് ആലോചിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ദിവസമൊക്കെ പറ്റിയിരിക്കും, അല്ലാണ്ട് പറ്റില്ല. അതിപ്പോൾ ഈ വലിയ ക്രൗഡിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഒന്ന് മാറിപ്പോകാനൊക്കെ കുറച്ച് നേരമൊക്കെ നിൽക്കാം. അതിൽ കൂടുതലായാലും മൂപ്പർക്ക് പറ്റില്ല. മൂപ്പരുടെ ബന്ധുക്കളും ആൾക്കാരും സുഹൃത്തുക്കളും ഉള്ള സ്ഥലം.